ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളിൽ കേരളം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ക്ഷയരോഗ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി കേരളം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് 2025 കൂടി കേരളത്തെ ക്ഷയരോഗ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഡ്രഗ് റെസിസ്റ്റന്റ് TB ചികിത്സ, ക്ഷയരോഗ ബാധയില്ലാതെ രോഗാണുബാധ മാത്രമുള്ളവർക്കുള്ള TB പ്രിവന്റീവ് ചികിത്സ, സ്വകാര്യ മേഖല, പ്രാദേശിക സർക്കാരുകളുടെ പങ്കാളിത്തം എന്നിവയിലൂടെ സംസ്ഥാനം നടത്തിയ മുന്നേറ്റങ്ങൾ ക്ഷയരോഗ ചികിത്സാ ചരിത്രത്തിൽ അനാവരണം ചെയ്യും. പ്രതിവർഷം 1000 ജനസംഖ്യയിൽ ഒന്നോ അതിൽ താഴെയോ മാത്രം ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്യുകയും മറ്റ് അനുബന്ധ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്ത് ക്ഷയരോഗമുക്ത പഞ്ചായത്ത് ഒന്നാം ഘട്ടം സംസ്ഥാനത്ത് 59 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ഇതേ രീതിയിൽ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി.